ഇത് നമ്മൾ പറയില്ലേ, ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും വിളിച്ചുണർത്താൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇവിടെ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവർക്കൊക്കെ അറിയാം ഇത് പറഞ്ഞിട്ടുള്ളത്, ഈ മുകുന്ദനായാലും അതുമാതിരി തന്നെ MT വാസുദേവൻ നായരായാലും പറഞ്ഞിട്ടുള്ളത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന PVA ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് സമർത്ഥിച്ച് തരാൻ ഇവർ തയ്യാറാകുന്നില്ല. അതായത് നമ്മുടെ ഈ വിധേയന്മാരായ തൊമ്മിമാരുടെ നടുവിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് നമ്മൾ പറയില്ലേ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മറിയക്കുട്ടി പല ഭാഷകളിൽ ഇത് പറഞ്ഞത് കേൾക്കാൻ നമ്മൾ ആരും തയ്യാറായില്ല. മറിയക്കുട്ടിയുടെ ജീവിതശൈലിയും മറിയക്കുട്ടി വളർന്നു വന്ന ജീവിത സാഹചര്യവും വെച്ചിട്ട് മറിയക്കുട്ടി നമ്മളോടൊക്കെ പറഞ്ഞത് തന്നെയാണ് സാഹിത്യപരമായിട്ട് മുകുന്ദനും പറയാനുള്ളത്, സാഹിത്യപരമായിട്ട് MTയും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ MTയെ പോലുള്ളവർ, മുകുന്ദനെ പോലുള്ളവർ അത് പറയുമ്പോൾ അത് സമൂഹത്തിന് പറയാനുള്ള കാര്യമാണ് വിളിച്ചു പറഞ്ഞത് എന്നുള്ള തോന്നലില്ല. അപ്പം ഈ വിധേയന്മാരായ തൊമ്മിമാരുടെ നടുക്ക് നിൽക്കുന്ന ഈ മുഖ്യമന്ത്രി കരുതുന്നത് ഇതാണ് കേരളം, എനിക്ക് ചുറ്റും നിന്ന് എന്നെ വർണ്ണിക്കുന്ന, എന്നെ വാനോളം പുകഴ്ത്തുന്ന ഈ സമൂഹമാണ് കേരളം, ഈ സമൂഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടാണ് ഞാനിവിടെ ഭരിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വരുത്തി വെച്ചിരിക്കുകയാണ് ആര്? ഈ ഉപജാപക വൃന്ദം. അപ്പോൾ ആ ഉപജാപക വൃന്ദത്തിൻ്റെ താളത്തിനൊത്ത് അദ്ദേഹം ഇത് ഇത്തരത്തിലുള്ള എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാലം അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചുവെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ശക്തനായ നേതാവെന്ന ഒരു 7.5 വർഷം മുമ്പ് എല്ലാവരും, അതായത് അദ്ദേഹത്തിൻ്റെ ശത്രു രാഷ്ട്രീയത്തിൽപ്പെട്ടവർ പോലും പറഞ്ഞിരുന്നൊരു വ്യക്തി ഇത്രയും തരം താഴ്ന്ന നിലയിലേക്ക് ഒരു ഉപജാപക വൃന്ദത്തിൻ്റെ എന്താ പറയേണ്ട അദ്ദേഹത്തെ പുകഴ്ത്തിയുള്ള സംസാരത്തിൽ വീണുപോയി എങ്കിൽ അത് അങ്ങേയറ്റം കേരളത്തിന് വന്നിട്ടുള്ള ഒരു അപച്യുതിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും ഇപ്പോൾ ഈയിടെ എനിക്ക് തോന്നുന്നത് ഒരു 5-8 മാസം മുമ്പ് ശ്രീ മോഹൻ ഭഗവത്തിൻ്റെ ഒരു ലേഖനം മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മോദിയുടെ ഭരണം കൊണ്ടാണ്, മോദി എന്ന വ്യക്തിയുടെ ഭരണം കൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ പുരോഗതി എന്ന വിഷയത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അത് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ കഴിവോ സാമർഥ്യമോ കൊണ്ട് ഒരു രാജ്യം ഒരിക്കലും രാജ്യത്തിൻ്റെ ഭരണം മുൻപോട്ട് പോവില്ല. ആ വ്യക്തി കേന്ദ്രീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപദേശങ്ങളും ആ വ്യക്തി കേന്ദ്രീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തത്വദീക്ഷതയോടുകൂടിയുള്ള മുൻപോട്ട് പോക്കും ഈ വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം കൂടി അതിൻ്റെ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ മോദി തയ്യാറായി എന്നാണ് പിറ്റേ ദിവസത്തെ സമൂഹ മാധ്യമത്തിലെ കമൻറ്റുകളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഏത് രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നവർക്ക് മുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണം. പാർട്ടി പറയുന്നത് കേൾക്കുന്ന പിണറായി വിജയനിൽ നിന്ന് പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്ന പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിയിട്ട് കാലം കുറയായി. ഇപ്പം അത് കഴിഞ്ഞ 7.5 വർഷമല്ല. കാരണം പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും വൃന്ദ കാരാട്ടിനും ലോകം മുഴുവൻ നടന്നിട്ടും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും കേരളത്തിൽ മാത്രം ഒതുക്കപ്പെടേണ്ടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീരചരിതങ്ങൾ പ്രസംഗിച്ച് നടക്കാനുള്ള സാമ്പത്തിക സ്രോതസ് പിണറായി വിജയനിലൂടെ ആണ് എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ തിരുത്താനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഇനി ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശനം നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി ദാമോദരൻ എന്ന് പറയുന്ന സിനിമാ കഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ 80-85 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമകളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപച്യുതികളെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട്. ആരും അതിനെ ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിട്ടില്ല. അത് അങ്ങനെയല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന നിലയിൽ സിനിമകളുടെ പേരൊന്നും പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല. അതിനുശേഷം തോപ്പിൽ ബാസിയും കണിയാപുരം രാമചന്ദ്രനും ആരായിരുന്നു? അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അവർ വലത് കമ്മ്യൂണിസ്റ്റോ ഇടത് കമ്മ്യൂണിസ്റ്റോ. അവർ അവരുടെ നാടകങ്ങളിലൂടെ നമുക്ക് തന്ന സന്ദേശങ്ങൾ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 തവണ കേരളം ഭരിച്ചിട്ടും ഇവിടുത്തെ തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതാണ് സിംഹം ഉറങ്ങുന്ന കാട് എന്ന നാടകത്തിലൂടെ അവർ വിളിച്ചു പറഞ്ഞത്. ആ നാടകത്തിനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ആരാധകരും കമ്മ്യൂണിസ്റ്റ് വിരോധികൾ പോലും ഒന്നും പറഞ്ഞില്ല. ഒരു സത്യാവസ്ഥ അവർ ചൂണ്ടിക്കാട്ടുന്നു. കയ്യും തലയും പുറത്തിടരുത് എന്ന് പറഞ്ഞ നാടകത്തിലൂടെ തൊഴിലാളി വർഗം, സാധാരണക്കാരായ ജനങ്ങളുടെ സാധാരണ സൗമ്യമായ ജീവിതത്തിന് എത്രത്തോളം തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് വിളിച്ചു പറഞ്ഞതും കേരളം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ നാടകങ്ങളും, അതായത് എന്തെന്നാ പറയേണ്ടത്, ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകത്തിലൂടെ പറഞ്ഞത് എന്താ? അതുപോലെ തന്നെ ഒരുപാട് നാടകങ്ങളിലൂടെ സൂക്ഷിക്കുക, ഇടതുവശം പോകുക, അതായത് അമിതമായ ഭക്തിയുടെ പേരിൽ നാടിൻ്റെ വികസനം മുരടിപ്പിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്കുള്ള മുന്നറിയിപ്പായിരുന്നു സൂക്ഷിക്കുക, ഇടതുവശം പോകുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെ
വളരെയധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അനുയായികളും അത് ഞങ്ങളെക്കുറിച്ചല്ല എന്ന് പറഞ്ഞിട്ടൊരു ന്യായീകരണം നിർത്തിക്കൊണ്ട് കേരളത്തിൽ വന്ന ചരിത്രമില്ല. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് ഇറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന ഒരു കഥാപാത്രത്തിന് കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ചായ്വുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമ വടക്കൻ കേരളത്തിലെ തിയേറ്റർ ഉടമകൾ ബഹിഷ്കരിക്കേണ്ട അവസ്ഥ വരെ എത്തി, പേടിച്ചിട്ട്. അതായത് ഒരു നിലയ്ക്കുള്ള ഒരു വിലക്കും ആരും പറഞ്ഞിട്ടില്ല. സിനിമ കളിച്ചോട്ടെ എന്ന് ഈ നേതാവ് തന്നെ പറഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ്. പക്ഷെ ആ സിനിമ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അങ്ങോട്ട് ഒരു സിനിമാ തിയേറ്ററിലും ഓടിക്കാൻ സമ്മതിച്ചില്ല. അപ്പം ഇത്രത്തോളം കേരളം എന്തുകൊണ്ട് മാറുന്നു എന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ചർച്ച ചെയ്യണം.